ഹലോ നമസ്കാരം കൂട്ടുകാർ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എയർപോർട്ടിന്റെ വേക്കൻസിയാണ്. എയർപോർട്ടിൽ എയർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. നമ്മുടെ എയർ ഇന്ത്യയുടെ വേക്കൻസിയാണ് ഇത്. ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. ഡയറക്ടർ റിക്രൂട്ട്മെന്റ് 2026. ഗ്രാജുവേറ്റിന് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. നോ ഫീസ് നോ എക്സാം. ഇതിനകത്ത് എക്സാം ഇല്ല, നിങ്ങൾക്ക് ഫീസും ഒന്നുമില്ല. ഡയറക്ടർ നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് ആണ്. ആൾ ഇന്ത്യ മെയിൽ ആൻഡ് ഫീമെയിൽ നിന്നിട്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ നല്ല ജോബാണ്. എയർ ഇന്ത്യയുടെ ജോബാണ്. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക്, അവരുടെ ആ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. നമുക്ക് നോട്ടിഫിക്കേഷനിൽ പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാം. എയർ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ്. ഇവിടെ ഇവര് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് സെക്യൂരിറ്റി ഓഫീസർ, സീനിയർ സെക്യൂരിറ്റി ഓഫീസറിലാണ്. ഇത് ഡൽഹിയിലാണ്. നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എയർപോർട്ടിൽ എവിടെയും ആയിക്കോട്ടെ, ആൾ ഇന്ത്യയിൽ എവിടെയും ആയിക്കോട്ടെ, നിങ്ങൾക്ക് സുഖമായിട്ട് ജോലി ചെയ്യാം. അപ്പം ഡൽഹിയിലാണ് ഇത് പറയുന്നത്. ഇത് ജനുവരി 16-ാം തീയതിയാണ് ഇതിന്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നത്, അല്ലെങ്കിൽ അവർ പബ്ലിഷ് ചെയ്തത്. എയർ ഇന്ത്യയുടെ ജോബാണ്. സെക്യൂരിറ്റി ഓഫീസർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു മൗനം സംഭവിച്ചേക്കാം. കാര്യം അതങ്ങനെ കാര്യമില്ല. നിങ്ങൾ എയർപോർട്ടിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും അവിടുത്തെ ആ ഒരു സെക്യൂരിറ്റിയുടെ ആ ഒരു വില, അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു പവർ എന്താണ്. അപ്പൊ അതുപോലെ നമുക്ക് എയർപോർട്ടിൽ സെക്യൂരിറ്റിയുടെ വേക്കൻസിയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് വി ആർ ഹയറിംഗ് ഫോർ പ്രഷർ ഫോർ സെക്യൂരിറ്റി ഓഫീസർ. സെക്യൂരിറ്റി ഓഫീസറിന് വേണ്ടി പ്രഷർ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ആൻഡ് 1 to 3 years ഓഫ് എക്സ്പീരിയൻസ് ഫോർ സീനിയർ സെക്യൂരിറ്റി ഓഫീസർ. സെക്യൂരിറ്റി ഓഫീസറായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. പക്ഷെ സീനിയർ സെക്യൂരിറ്റി ഓഫീസറായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം തൊട്ട് 3 വർഷം വരെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പെട്രോൾ ആൻഡ് മോണിറ്റർ പ്രെമിസസ് ടു പ്രിവെന്റ് അൺഓതറൈസ്ഡ് അക്സസ് ആൻഡ് എൻഷുർ എ സെക്യൂർ എൻവയോൺമെന്റ്. Enforce assess control measure including identification, verification and visitor management. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഓരോ പോയിന്റും പറയുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞാനൊരു ചെറിയ വീഡിയോ ആണ് ഇതിന്ന് ഇടുന്നത്, അതുകൊണ്ട് ഞാൻ വിപുലമായിട്ട് ഇതിനെപ്പറ്റി പറയുന്നില്ല. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. നിങ്ങളുടെ എലിജിബിലിറ്റി എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എനി ഗ്രാജുവേറ്റ്, നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ എനി ഗ്രാജുവേറ്റാണ് പറയുന്നത്. ഏതെങ്കിലും സബ്ജക്റ്റ് ഗ്രാജുവേറ്റ് ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ പഞ്ചപുച്ഛമടക്കി, നമ്മളൊക്കെ എത്ര വലിയവന്മാരായിക്കോട്ടെ, അവിടെ ഒന്ന് ചെന്ന് നിൽക്കുമ്പോൾ, അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെ അകത്തോട്ട് നമ്മുടെ എല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷേ എങ്കിലും നമ്മൾ അവിടെ ഒരു പ്രെയർ ഞാൻ തീർച്ചയായിട്ടും ആ ക്യൂ നിൽക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് കടന്ന് കിട്ടുവാൻ നമുക്ക് പ്രയാസമാണ്. അങ്ങനെ ഒരു ചെറിയ കാര്യത്തിൽ അവർക്കൊരു ഡൗട്ട് വന്നാൽ നമ്മുടെ അവിടെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആ വില അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ഗ്രാജുവേഷൻ ഷുഡ് ബി കംപ്ലീറ്റഡ്. നിങ്ങൾ കംപ്ലീറ്റ് ആയ ഗ്രാജുവേറ്റ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഗ്രാജുവേറ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് 27 ഓർ യങ്ങർ ഓൺലി ഫോർ പ്രഷർ. നിങ്ങൾ 27 വർഷം വരെ ആയവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഹൈറ്റ് 155 സെന്റിമീറ്റർ എബവ് ഫോർ ഫീമെയിലിനാണ് ഇവിടെ സെന്റിമീറ്റർ എബവ്, 170 സെന്റിമീറ്റർ എബവ് ഫോർ മെയിലിന് 170 സെന്റിമീറ്ററും ഹൈറ്റ് വേണം. അത് കിടക്കാനും ഫീമെയിലിന് 155 സെന്റിമീറ്റർ വേണം. BMI 26 ഓർ ലോവർ ആയിരിക്കണം. നിങ്ങളുടെ BMI നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അത് BMI കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളുടെ BMI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഒലി കാൻഡിഡേറ്റ് ഹു ആർ എലിജിബിൾ ആസ് പെർ ദ എവർ ക്രൈറ്റീരിയ. നിങ്ങൾ മുകളിൽ കാണിച്ചിരുന്ന ക്രൈറ്റീരിയ അനുസരിച്ചുള്ളവരെ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ ലിങ്കിലൊന്നും പോകേണ്ട, ഇവിടെ തന്നെയുണ്ട് നിങ്ങൾക്ക് അപ്ലൈ നൗവിൻ്റെ അപ്ലൈ നൗവിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അധികം കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കുന്നുള്ളൂ. ഇവിടെ നിങ്ങളുടെ ഇൻഡിക്കേറ്റർ റിക്വയർഡ് ഫീൽഡ് നിങ്ങൾ കൊടുക്കണം, സൈൻ ഇൻ കൊടുക്കണം. നിങ്ങൾക്ക് നേരത്തെ നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾക്ക് എയർ ഇന്ത്യയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് സൈൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾ ഫൊർഗെറ്റ് യുവർ പാസ്വേഡ് ആണെങ്കിൽ അത് ചെയ്യാം. ഇല്ലെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ വന്ന് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് ഇവിടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം, റീടൈപ്പ് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം, നിങ്ങളുടെ പാസ്വേഡ് ചൂസ് ചെയ്യണം, റീടൈപ്പ് പാസ്വേഡ് ചൂസ് ചെയ്യണം, ഫസ്റ്റ് നെയിം കൊടുക്കണം, ലാസ്റ്റ് നെയിം കൊടുക്കണം, നിങ്ങളുടെ കൺട്രി ഏതാണെന്ന് നിങ്ങൾ കൊടുക്കണം.
നോട്ടിഫിക്കേഷൻ റിസീവ് ന്യൂ ജോബ്. ഇവിടെ നിങ്ങൾ ഇത് രണ്ടിലും ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇനി അവരുടെ എന്തെങ്കിലും വേക്കൻസി, എയർ ഇന്ത്യയുടെ വേക്കൻസി വരുമ്പം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത പേജിലേക്ക് പോകും. നിങ്ങൾക്ക് അവിടെ ഞാൻ ആദ്യം കാണിച്ച ലോഗിനിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ നല്ല വേക്കൻസിയാണ്. സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസിയാണ്.